ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് നല്ല സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്കൂൾ ടൂർ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അതാണ് നമ്മൾ എല്ലാ സാധനവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ മറന്നു വന്നേനെ കേട്ടോ, എഴുതി വെച്ചിട്ടുണ്ട് കുറേ സാധനം. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നാളെ ആയിട്ട് മേടിക്കുക, അതായത് സ്വീറ്റ്സ് അങ്ങനത്തെ ഐറ്റംസിലും. സത്യം പറഞ്ഞാൽ ഇന്ന് വാങ്ങേണ്ടിയിരുന്നു, പക്ഷെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അരി കൊണ്ട് ഉമ്മ ഒക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ അത് ഇന്നേ ആക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഹാർഡാവും. അതുകൊണ്ട് നാളെ ആക്കാറുണ്ട്. അപ്പം നാളെ ആയിരിക്കും നമ്മൾ ഈ ബേക്കറി ഐറ്റംസും സ്നാക്സ് ഐറ്റംസിൻ്റെ വീഡിയോസും നമ്മൾ നാളെ ആയിരിക്കും കാണിക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പം ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. ഞാൻ ഈ ബാഗിലാണ് വെക്കുന്നത്. നമ്മൾ സാധാരണ കൊച്ചി പോകുമ്പോൾ ഈ ബാഗാണ് എടുക്കാറ്. നമ്മളെ ട്രാവൽ ബാഗാണ് ഗൈസ്. അപ്പോൾ ഇതിലാണ് ഞാൻ വെക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് വെക്കാം കേട്ടോ. ഇത് വെക്കണമെന്നില്ല, ഇത് ഞാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. എൻ്റെ മഞ്ഞ ഹുഡിയും പിന്നെ ജീൻസും ഫ്രണ്ട്സ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നൈലോൺ ഡ്രസ്സായിട്ട് ജേഴ്സിയും പിന്നെ അതുപോലെ ഈ മഞ്ഞ ഹുഡിയും അതൊക്കെ രണ്ട് കാക്ക കൊണ്ടുതന്നാണ്. ഇതിൽ കാക്കാൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പോകുമ്പോൾ ഇടുന്നത്, ഹുഡിയും ജീൻസും. ഗൈസ് അത് ബാഗിൽ വെക്കണം കേട്ടോ, നമുക്ക് ഇവിടെ തന്നെ വെക്കാം. പിന്നെ ഞാൻ വേറെ ഇത്രയും ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ നൈലോൺ ഡ്രസ്സ്, റൊണാൾഡോൻ്റെ ജേഴ്സി. ഞാൻ മെസ്സി ഫാൻ ആണെങ്കിലും കിട്ടിയ ജേഴ്സി പക്ഷേ റൊണാൾഡോ തന്നെയാണ്. ഓക്കെ, പിന്നെ ഞാൻ ഒരു ബ്ലൂ പെനി അടിച്ചിട്ട് ഞാൻ എക്സ്ട്രാ എടുക്കുന്നതാണ് കേട്ടോ, എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഉപയോഗിക്കാൻ. പിന്നെ ഞാൻ എൻ്റെ പിങ്ക് ഷർട്ടും എൻ്റെ പുതിയ ജീൻസ് അതാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് വെക്കാം കേട്ടോ. ലാസ്റ്റ് സിബിൾ ഇത് വെക്കാം. പിന്നെ ഫ്രണ്ട്സ് ഇത് ഫുൾ ഇങ്ങനത്തെ കുറേ എന്തൊക്കെ ഐറ്റംസ് ആണ് കേട്ടോ, അത് കാണിച്ചു തരാം. ഈ ബാഗിൽ ഏറ്റവും രസമായിട്ടുള്ളതിന് കുറേ ക്ലിപ്പ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ജീൻസും ഷർട്ടും വെച്ചു, ഡ്രസ്സെല്ലാം വെച്ചിരുന്നു. ഇനി നമുക്ക് മേക്കപ്പ് ഐറ്റംസ് ഒന്നും പറയാനായിട്ട് ഞാൻ ഒരു പൗഡറും ഒരു ലിപ്സ്റ്റിക്കും ഒരു ലിപ് ബാമും പിന്നെ ഉണ്ട് മോയ്സ്ചറൈസർ മാത്രമേ എടുത്തുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫേസ് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇവിടെ ഒരു സിപ്പ് ഉണ്ട്, അവിടെ വെക്കാം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് ഒരു വാസലിൻ കേട്ടോ, പിന്നെ ഫേസ് വാഷ്, പിന്നെ എൻ്റെ മിറർ, പിന്നെ ഞാൻ ഒരു ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ, കൈ എന്തെങ്കിലും കഴുകാണെങ്കിൽ വന്നെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സോപ്പ്, പിന്നെ എൻ്റെ പോക്കറ്റ് മണി, എൻ്റെ പൗച്ച്. ഓക്കെ, അതും വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻസ് ആണ് കേട്ടോ, ബ്രഷ് പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ക്രാബ് എടുത്തിട്ടുണ്ട്, സ്ക്രഞ്ചി എടുത്തിട്ടുണ്ട്. രണ്ട് നല്ല പിങ്ക് ആണ് കേട്ടോ. പിന്നെ ഗൈസ് കൂളിംഗ് ഗ്ലാസ് ഇതിൽ വെക്കണ്ട, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പിന്നെ ഇത് കണ്ടോ, നമ്മളെല്ലാത്തിനും ഉപയോഗിക്കാറ് ഇതാണ്. വയറുവേദനക്കും തലവേദനക്കും എല്ലാ വേദനക്കും നമ്മൾ ഇതാണ് ഉപയോഗിക്കാറ്. കോടാലത്തേലല്ലേ, യെസ്, അത് വെക്കാം. പിന്നെ ടിഷ്യൂ പേപ്പർ. ഇത് സത്യം പറഞ്ഞാൽ വേറെ ടിഷ്യൂ പേപ്പർ എടുക്കുന്നില്ല, പക്ഷെ ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചു കേട്ടോ. അതുകൊണ്ട് ഇത്രയൊന്നും പോരാൻ തോന്നുന്നു നോക്ക്. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ ഒരു തോർത്തും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതെന്ന് വെച്ചാൽ നൈലോൺ ഡ്രസ്സ് നനഞ്ഞ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള കവറാണ് കേട്ടോ, അതും കൂടി വെച്ചു ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇത്തരം എവിടെ ടൂർ പോകുന്നതെന്ന് പറഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇൻട്രോ പറയേണ്ടിയിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയി. ഞാൻ പറയാം, നമ്മൾ പോകുന്നത് കൊച്ചി വണ്ടർലയിലാണ് കേട്ടോ പോകുന്നത്. ഇൻഷാല്ലാ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നാളെ രാത്രി 9 മണി 8 ആ ഒരു സമയമാകുമ്പോൾ സ്കൂളിലെത്തും. എന്നിട്ട് നമ്മളെല്ലാവരും അവിടുന്ന് രാത്രിയാണ് പോകുന്നത്. എന്നിട്ട് ഇൻഷാല്ലാ മോർണിംഗ് നമ്മൾ കൊച്ചിയിലെത്തും. പിന്നെ നമ്മൾ വണ്ടർലയിൽ പോകും. വണ്ടർലയിൽ 6 o'clock 6:30 അത്ര വരെ സമയമുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ വന്ന് മെട്രോ കൂടി ലുലുമാളിൽ പോകും. ലുലുമാളിൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇൻഷാല്ലാ തിരിച്ചു വരും. അങ്ങനെ നമ്മൾ ഇൻഷാല്ലാ ഫ്രൈഡേ മോർണിംഗ് നമ്മൾ സ്കൂളിലെത്തും. അതാണ് സംഭവം. അപ്പം ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5th ഞാൻ ടൂർ വെച്ചോളൂ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പിന്നെ അങ്ങനെ ഞാൻ പോയിട്ടില്ല. ഞാൻ LKG UKG പോയില്ല. പിന്നെ ഞാൻ 5th സ്റ്റാൻഡേർഡ് തപ്പി, ഇപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ പോകും കേട്ടോ. പിന്നെ ഞാൻ കൂളിംഗ് ഗ്ലാസ് ബാഗ് വെച്ചിട്ടില്ല, പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒക്കെ പോകുമ്പോഴാണ് ഡ്രസ്സ് കേട്ടോ. നാളെ 9 മണിക്ക് പോകുന്നത് ഞാനില്ലേ, ഇത് നമ്മൾ വെനസ്ഡേ പോകുന്നത്, പക്ഷേ ട്യൂസ്ഡേ രാത്രി ഞാൻ വീഡിയോ എടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്യും, നമ്മളെല്ലാം നോക്കണ്ടേ. വെച്ചാൽ നാളെ നമുക്ക് സ്കൂളുണ്ട്, നാളെ വൈകുന്നേരം വരെ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂൾ ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ ജസ്റ്റാണ് ഇപ്പോഴേ എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളോടുള്ള സ്നേഹം മനസ്സിലാക്കണം പ്ലീസ്.
ഫ്രണ്ട്സ് പിന്നെ സ്കൂളിൽ മെയിനായിട്ട് വെക്കാൻ വേണ്ടി പറഞ്ഞൊരു സാധനമാണ് ഐഡൻറ്റി കാർഡ് കേട്ടോ. ഇത് മിസ് മെയിനായിട്ട് വെക്കാൻ പറഞ്ഞ സാധനമാണ്. പിന്നെ നമുക്ക് യൂണിഫോം നിർബന്ധമില്ല കേട്ടോ. യൂണിഫോം വരണ്ട, നൈലോൺ ഡ്രസ്സിനാണ് വണ്ടറിൽ ഇടിച്ച് കയറാന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് കണ്ടാലും കുറച്ച് വരും, നമുക്ക് കുറച്ചെടുക്കാം. പിന്നെ ഫ്രണ്ട് നമ്മൾ നാളെയായിരിക്കും ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഇടാം കേട്ടോ. അതായത് ഉമ്മ കുറച്ച് സ്നാക്സും കാര്യങ്ങളും ഉണ്ടാക്കി തരാൻ നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് സ്നാക്സ് വാങ്ങുന്ന മീൻസ് കുറച്ച് പാക്കറ്റ് കടി പോലത്തെ സംഭവം വാങ്ങുന്നുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ഇതിന് ഇനി മാസ്ക് കിട്ടിയിട്ടില്ല, അല്ലെ മാസ്ക് സാനിറ്റൈസറും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കിട്ടുമെന്ന് നോക്കണം. പിന്നെ വേറൊന്നും കിട്ടുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതായത് ടു ലിസ്റ്റിൽ നിന്ന് പോയി സെറ്റാക്കി കേട്ടാ. ഇത്ര കിട്ടണമെന്ന് വെച്ചോളൂ, ബാക്കിയെല്ലാം കിട്ടി. പിന്നെ എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ നല്ല എക്സൈറ്റഡ് ആണ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ലൈക്ക് ഞാൻ ഇക്കൊല്ലം പോകില്ല, എൻ്റെ വീട്ടിലാണ് ഞാൻ വിചാരിച്ചത്. നമ്മൾ അത്രയും കൊച്ചി കണ്ടിരുന്നു എന്നുവെച്ചാൽ വണ്ടറിൽ അത്രയും നമ്മൾ കണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം പോയിട്ടുണ്ടാവും, അത്രയും പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് തന്നെ വിചാരിച്ചത്. പക്ഷെ എന്നെ വിട്ടിട്ട് ഗൈസ് ഫ്രണ്ട്സ് ഫസ്റ്റ് എൻ്റെ വീട്ടിലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കാര്യമെല്ലാം ചെയ്ത് ഇവിടെ ചേച്ചി കണ്ട സ്ഥലമാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ നല്ല വൈബല്ലേ. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലാട്ടോ പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ കരഞ്ഞില്ലേ, ഫസ്റ്റ് ഞാൻ കരഞ്ഞു. പിന്നെ പാപ്പാട് ചോദിച്ചു, പാപ്പ പറഞ്ഞാൽ പോയിക്കോ അങ്ങനെ പറഞ്ഞേ, അങ്ങനെ വിട്ട്. അപ്പം നമുക്ക് പ്രൈസ് വന്നത് 3000 റുപ്പീസാണ് കേട്ടോ. ഇത് വന്നത് എമൗണ്ട് വന്നത് ഫ്രണ്ട്സ്. പിന്നെ നമുക്ക് ഒരു കാര്യം ഓർക്കുമ്പോൾ നമുക്ക് നല്ല സങ്കടം അങ്ങനെയല്ല, എന്നാലൊക്കെ ഒരു വിഷമമുണ്ട് കേട്ടോ. മിന്നു, ഉമ്മ, ബാപ്പ ഇവരെല്ലാവരും ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ ചേർക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോലും ഞാൻ പോക്കില്ല, അത്രക്കും ഞാൻ അങ്ങനെ പോലില്ല, നിൽക്കാൻ ഒന്നും അങ്ങനെ പോലില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 5th തന്നെ പോയത് വിസ്മയിലാണ്. അതാകുമ്പോൾ നമ്മൾ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്നാൽ മതിയല്ലേ. അപ്പോൾ ഞാൻ ഉമ്മാനും പാപ്പാനെ വീട്ടിൽ ഫസ്റ്റ് ഇങ്ങനെ രാത്രിയിലും ലൈക്ക് ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലെല്ലാം എല്ലാവരും ഉറങ്ങാം. അപ്പോൾ വീട്ടിലല്ല ബസ്സിലാണ്. പക്ഷെ അത് പ്രശ്നമില്ല, ഫ്രണ്ട്സും മിസ്സും എല്ലാവരും ഉണ്ടാവും. ഞാൻ നല്ല ഹാപ്പിയാണ്. പക്ഷെ ഞങ്ങൾക്ക് മിന്നൂസിനെ വിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് തോന്നുന്നൊരു സങ്കടമുണ്ട്. അത് എത്ര നമ്മൾ അടിയായാലും ലൈക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാവുമല്ലോ. നേരത്തെ എന്നോട് പറഞ്ഞ് പോകണ്ട അങ്ങനെ അറിഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ പോകാണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞ് നമ്മൾ തമാശയാക്കി കേസ് കുറേ അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് നാളെ കാണാം. അതിലേക്ക് ബൈ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് രാത്രി 8 അതായത് 9 മണിക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് വെക്കാം കേട്ടോ. ഇന്നോടെ നമ്മൾ ഈ ബാഗ് പാക്കിംഗ് വീഡിയോ ഇവിടെ തീരും. പിന്നെ നമ്മൾ പോന്നി വരുന്ന വീഡിയോസ് ശരിക്കും വരുന്നുണ്ടാവും കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു ലേസ് വാങ്ങിച്ചിട്ടുണ്ട്. ഉമ്മ എനിക്ക് ഒറ്റ ലേസ് വാങ്ങിച്ചത്. കാരണം വെച്ചാൽ വയറെല്ലാം എടുക്കുന്നതുകൊണ്ട് തന്നെ രാത്രിയല്ലേ, അതുകൊണ്ട് തന്നെ ലേസ് എത്ര ഒറ്റൊന്ന് വാങ്ങിച്ചോളൂ. പിന്നെ ഒരു കേക്ക് ഉണ്ട്. പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആട്ടോ, കടലക്ക. പിന്നെ കുറച്ച് മഞ്ചും, പിന്നെ അതായി ഒരു ചോക്ലേറ്റും, പിന്നെ ഡാർക്ക് ഫാൻറ്റസി ഉണ്ട്, പിന്നെ ഒരു ബോർബോൺ ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് സ്നാക്സ് ഐറ്റംസ് ആയിട്ട് എടുക്കുന്നത് കേട്ടോ. ഇത്ര എടുക്കുന്നുള്ളൂ. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അരിയുണ്ട ഉണ്ട്. നമ്മൾ ഇതും കൂടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതിൻ്റെ എയർ കളയത്തെന്ന് വെച്ചാൽ എയർ കളഞ്ഞപ്പോൾ ഇത് ഫുൾ പൊടിയായി പോകും. സോ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. പിന്നെ ഞാൻ ഇന്നലെ എടുത്ത് വെച്ച ഐറ്റംസ് ഫുൾ ഞാനൊരു കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഞാൻ വെച്ചതാണ് ഗുളിക കേട്ടോ. ഇത് ഡോളോൻ്റെ ഗുളികയാണ്. ഞാൻ ക്ഷീണങ്ങാന്ന് പറഞ്ഞ് കഴിക്കാൻ വേണ്ടി വെച്ചാണ്. പിന്നെ ഗൈസ് ഇത് ഞാനൊരു 5 മാസ്കും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഇതാ എൻ്റെ ബ്രഷിനൊരു പെട്ടി. ഓക്കെ, ഇത്ര ഐറ്റംസ് വെച്ചു. പിന്നെ ഇതിനകത്ത് ഞാൻ എൻ്റെ മേക്കപ്പും പിന്നെ അതിന് എൻ്റെ ഹെയറിലിടുന്ന ക്ലിപ്പും സാധനങ്ങളും അങ്ങനത്തെ വെച്ചു. ഞാൻ ക്ലിപ്പ് എടുക്കാണ്ട് മറന്നായിട്ടോ ഗൈസ്. ഇതാ 3 ടിക്സും കൂടെ വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഈ ബാൻഡ് സെറ്റ് മുറിച്ചതിന് ഇടക്കിടക്ക് ഇങ്ങനെ വരും, അപ്പം അത് കുത്താനാണ് കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ നമ്മളെല്ലാ ട്രാവലിലും മെയിനായിട്ട് സീസൺ ആകുമ്പോൾ മെയിനായിട്ട് കൊണ്ടുവന്ന സാധനമാണ് ഗൈസ് ഓറഞ്ച്. അപ്പം ഞാൻ ഇതുപോലെ ഓറഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഇടയിൽ തന്നെ എവിടെ ഓറഞ്ച് വെക്കും ഞാൻ ചിന്തിക്കുന്നു. അത്രയും ബാഗ് നിറഞ്ഞല്ലേ. ഇനി സ്ഥലമുണ്ട്, പക്ഷെ എൻ്റെ പൊടി എൻ്റെ അരി കൊണ്ട് പൊടിയായി പോകുന്നുള്ളതാണ് എൻ്റെ പൊടി. കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ഓറഞ്ച് കൂടി വെക്കാം ഗൈസ്. അപ്പം നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് വെക്കാം കേട്ടോ. ഫുഡ് ഐറ്റംസ് ഈ ഒരു സിബിൽ വെക്കാനാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് സിബിൽ എവിടെ പോയി? പിന്നെ നമ്മളരിഞ്ഞ് അങ്ങനെ ഇനി ഒരു കുപ്പി വെള്ളം കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാഗിൻ്റെ കാര്യത്തിലെല്ലാം തീരുമാനമായി കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ബാഗ് ഇങ്ങനെ വണ്ണുണ്ടാവില്ല, ഫുൾ ഒട്ടിക്കണ്ട. പക്ഷെ
ബാഗിൽ നല്ല വണ്ണുണ്ട്. ഓക്കെ, അയ്യോ ഞാൻ എൻ്റെ പൈസയും ഇതും പൗച്ചും വെക്കാൻ മറന്നു. ഇത് ഇവിടെ വെക്കാം. പിന്നെ ടിപ്സും എൻ്റെ പശു. ഓക്കെ, അങ്ങനെ ഗൈസ് എൻ്റെ ബാഗ് റെഡി ആയിട്ടോ. അപ്പം നമ്മൾ ഇന്ന് 9 മണിക്കാണ് പോകുന്നത്. അയ്യോ വെയിച്ചുണ്ട് ഗൈസ്. അപ്പം ഞാൻ ഇട്ട് ഒക്കെ നോക്കി. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ്. അപ്പോൾ ഇനി നമ്മൾ വരുന്നതും പോകുന്നതും എല്ലാം മിക്സ് അയച്ചിരിക്കും വീഡിയോയിൽ ഉണ്ടാവുക കേട്ടോ. ഒരു വീഡിയോ തന്നെ നമ്മൾ പോകുന്നതോടും വരുമ്പോഴും. പിന്നെ അതുതന്നെ അതിനിടയ്ക്ക് നമുക്ക് ഷോർട്സിൽ അയച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിട്ടാണ് നമുക്ക് എഡിറ്റ് ഇടാം. നമ്മളെ ക്ലിപ്സിൽ മിസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഫോണൊന്നും അലോഡ് അല്ല കേട്ടോ. അതുകൊണ്ട് നമ്മളെ ആ ഒരു സ്വീറ്റ് മൊമെൻറ്റ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ ഇൻഷാല്ല മിസ് ക്ലിപ്സൊക്കെ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടിയെങ്കിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് രാത്രി 9 മണിക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ സമയം ഒരു 6:30 അത് സമയമായിട്ടുണ്ട്. അപ്പം നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു. പിന്നെ എനിക്ക് കൂളിംഗ് ഗ്ലാസ് കൂടെ വെക്കാനുള്ളൂ. അത് ഞാൻ ഇന്നലത്തെ ആ ക്ലിപ്പിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ കൂളിംഗ് ഗ്ലാസ്. അപ്പോൾ ഇൻഷാല്ല നമുക്ക് ക്ലിപ്പൊന്നും ഇടാണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഇൻഷാല്ല നമുക്ക് പോയിട്ട് വന്നിട്ടാകുമ്പം വെരിഞ്ഞ് പോകുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും കൂടെ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സ്കൂൾ ട്രിപ്പ് പോകുന്നുണ്ടോ, ഇങ്ങനെ ബാഗ് പാക്കിങ്ങോ, നിങ്ങൾ എക്സൈറ്റഡ് ആണ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ഇനി മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.